السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹാന്മാരാകുന്ന സ്വഹാബത്തിന് അടങ്ങാത്ത സ്നേഹവും വാത്സല്യവും കരുതലുമായിരുന്നു. സ്വന്തം ശരീരത്തിന് എന്ത് അപകടം വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല, അവിടത്തേക്ക് ഒരു പ്രയാസവും ഒരു വിഷമവും ഉണ്ടാവാൻ പാടില്ല എന്ന ആ ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്. അവിടത്തെ കണ്ടുകൊണ്ടിരിക്കാൻ, അവിടത്തെ കേട്ടുകൊണ്ടിരിക്കാൻ മഹാന്മാരാകുന്ന സ്വഹാബത്ത് വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും അവിടത്തെ ഒന്നിങ്ങനെ കാണണം, ഒന്നുമില്ല ഒന്ന് കണ്ടുപോകണം, ആ നിലക്ക് ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയാലും ഉറക്കം വരാതെ എത്രയെത്ര മഹാന്മാരാണ് സ്വഹാബിമാരാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ ചാരത്ത് വന്ന് അവിടെ നിന്ന് സുബഹിക്ക് അതല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ വേണ്ടി എഴുന്നേറ്റ് വരുമ്പോൾ അവിടത്തേക്ക് വെള്ളം നൽകാനും ഉളൂ ഉണ്ടാക്കാനുള്ള വെള്ളം നൽകാനും അവിടത്തേക്ക് മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തിരുന്നത്. ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇതുപോലൊരു സംഭവം പറയുന്നുണ്ട്. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ആ ആദ്യ കാലഘട്ടം വളരെയധികം ശത്രുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി വലിയ പാരിതോഷങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സമയമാണ്. എവിടെ വെച്ചുകൊണ്ട് മുത്തുനബിയെ കണ്ടാൽ കൊന്നുകളയണം എന്നുള്ള ആ തീരുമാനത്തിൽ പലരും മുത്തുനബിയെ അന്വേഷിച്ചുകൊണ്ട് ആ പാരിതോഷങ്ങൾ വാങ്ങിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നടക്കുന്ന സമയം, അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിക്കാൻ കഴിയാതെ, ശത്രുക്കളുടെ വലിയ മർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ വലിയ പ്രയാസപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന് അങ്ങനെ മദീനയിൽ താമസിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഒരു ദിവസം രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ അനുചരന്മാരിൽപ്പെട്ട ഏതെങ്കിലും സ്വാലിഹായ ഒരു വ്യക്തി എനിക്കിന്ന് കാവൽ നിൽക്കുകയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു ആയുധങ്ങളുടെ ശബ്ദം കേൾക്കുന്നത്, വാളും പരിചയം പരസ്പരം ഏറ്റുമുട്ടുന്ന അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുടെ ശബ്ദം കേട്ടപ്പോൾ മുത്തുനബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ, ആരാ? ഉടനെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബിയെ ഇത് സഅദ് ബിൻ അബി വഖാസാണ്. നബി ചോദിച്ചു, എന്താണ് ഈ സമയത്ത് നിങ്ങളിവിടെ വരാനുള്ള കാരണം, എന്തേ നിങ്ങൾ വന്നത്? അവിടെ നിന്ന് മറുപടി പറഞ്ഞു, നബിയെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നുന്നു, അങ്ങേ ആരെങ്കിലും ആക്രമിക്കുമോ, അങ്ങേ എന്തെങ്കിലും അപായത്തിൽപ്പെടുമോ, അങ്ങേ ആരെങ്കിലും പ്രയാസപ്പെടുത്തുമോ എന്നെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നൽ വന്നപ്പോൾ, ഒരു വിഷമം വന്നപ്പോൾ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നബിയെ. അങ്ങേക്ക് സംരക്ഷകനാകാൻ, അങ്ങേക്ക് കാവൽ നിൽക്കാൻ അതിനുവേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനവർകൾ മറുപടി പറയുകയാണ്. ആ സമയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. അവിടെ നിന്ന് പോയി സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു. നിങ്ങൾ നോക്ക് എന്തുമാത്രം സ്നേഹമാണ് മഹാന്മാരാണ് സ്വഹാബത്തിന്. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെ ഇറങ്ങി പുറത്ത് നടക്കുമ്പോൾ ആ സമയമൊക്കെ വലിയ അപകടം പിടിച്ച സമയമായിരുന്നു. ശത്രുക്കൾ കണ്ടാൽ കൊന്നുകളയുന്ന അതല്ലെങ്കിൽ അപകടപ്പെടുത്തുന്ന ഒരു സമയമായിട്ട് പോലും സ്വന്തം ശരീരത്തിന് പല നിലക്കുള്ള അക്രമങ്ങളും പ്രയാസങ്ങളും വരുമെന്ന് അറിഞ്ഞിട്ട് പോലും സ്വന്തം ശരീരത്തേക്കാൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് അവിടത്തേക്കൊന്നും സംഭവിക്കാൻ പാടില്ല, അവിടത്തേക്കൊരു വിഷമമുണ്ടാവാൻ പാടില്ല എന്ന് മഹാന്മാർ ചിന്തിച്ചുവെങ്കിൽ അവരൊക്കെ കടക്കുന്ന സ്വർഗത്തിൽ നമുക്കും കടക്കണ്ടേ? അതിന് ഏറ്റവും ചുരുങ്ങിയത് മുത്തുനബിയോടുള്ള സ്നേഹം വാക്കിലൊതുക്കാതെ അവിടുന്ന് എന്തെല്ലാം സുന്നത്തുകൾ നമുക്ക് കാണിച്ചു തന്നുവോ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തെ ദീനി ഖിദ്മത്തിലായി ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധ്യമാകണം. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.